വിവാഹം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുൻപ് നവവധുവിന്റെ മൃതദേഹം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങ് ഉത്തർപ്രദേശിൽ. ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതം ആരംഭിച്ച പെൺകുട്ടി കൊല്ലപ്പെടാനുണ്ടായ കാരണം അതെന്തായിരിക്കും? ആരായിരിക്കും അതിന് പിന്നിലെ കാരണക്കാർ? ഉത്തർപ്രദേശിലെ ഡുമരിയാഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചക്മഝാരി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മുഫിദുന്നിഷ എന്ന പെൺകുട്ടിയാണ് മരിച്ചത്. 2026 ജൂൺ 1 ഷംസീർ അഹമ്മദുമായുള്ള നിഷയുടെ വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിഷയ്ക്ക് ഭർത്തൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. സ്ത്രീധനം നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ഈ ഉപദ്രവം മുഴുവനും. വിവാഹശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃവീട്ടുകാരും ചേർന്ന് മകളെ നിരന്തരം പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് നിഷയുടെ അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. फोन करके मुझको बताया था तुम्हारी लड़की को मार के दफनिया दिया था। कौन आपको फोन किया था? वो शमशेर फोन किया था। ये शमशेर कौन है? वो दामाद था मेरा। क्या उसने बताया? उसने बताया मैं उसको मार के मैं घर में दफनिया दिया था। किसको दफनाया? मेरे लड़की को। आपकी लड़की का क्या नाम था? मुफिदुन्निसा। कब शादी हुई? कैसे शादी हुई? 1 तारीख की हुई थी शादी। 1.5 महीना 1 महीना हुआ। മകളെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും മരുമകൻ ഫോണിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് ആ അമ്മ പോലീസിനോട് പറഞ്ഞത്. ഈ ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് ഷംസീറിന്റെ വീട്ടിലെത്തി പരിശോധിക്കുന്നത് അതിനുശേഷമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണെന്ന യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് പോലീസ് ഭർത്താവായ ഷംസീറിനെ കസ്റ്റഡിയിലെടുക്കുകയും അന്വേഷണവും ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. श्रीमती सफीदुन्निसा निवासी दसहवा थाना दुधारा जनपद संत कबीर नगर ने सूचना दिया कि मैं अपनी लड़की मुफिदुन्निसा की शादी 1/6/2026 को शमशेर अहमद निवासी चकमझारी थाना डुमरियागंज जनपद सिद्धार्थनगर के साथ किया था। शादी के बाद से ससुराल के लोग दहेज की मांग को लेकर के हमारी लड़की को मारते पीटते प्रताड़ित करते थे। आज सूचना मिली कि उन लोगों ने दहेज की मांग को लेकर के मेरी लड़की को मार पीट कर हत्या कर दिए हैं और उसके शव को मकान के अंदर दफना दिए हैं। എങ്ങനെയാണ് നിഷയെ കൊന്നതെന്നോ മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ഭർത്താവ് ഷംസീർ അഹമ്മദ്, കുടുംബാംഗങ്ങളായ അസിഗുല്ല, ഖുഷ്ബു നിഷ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റു തുടർ നടപടികൾ പുരോഗമിക്കുകയാണിപ്പോൾ. ഇപ്പോൾ ദിവസവും ഒരു തവണയെങ്കിലും ഇത്തരം സ്ത്രീധന പീഡന മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് പതിവായിരിക്കുകയാണ്. മനുഷ്യൻ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരം പ്രാകൃത സംസ്കാരങ്ങളും രീതികളും ശീലങ്ങളും ഒക്കെ പിന്തുടരുന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഓരോ സ്ത്രീകളുടെയും ആത്മഹത്യയും കൊലപാതകവുമൊക്കെ ഇത് അവശേഷിപ്പിക്കുകയാണ്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.